ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത് നമ്മൾ ബന്ധപ്പെടേണ്ട ആളുകളുടെ കാഴ്ചപ്പാടിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അമ്മായി ഉമ്മയുടെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളിലേക്കാണ് ഈ ഒരു വോയിസ് നോട്ട് വെളിച്ചം വീശുന്നത്. വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണിത്തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അവൻ വളരെ മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. 16-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനമാണ്. മാതാവ് ഒരൊറ്റ പദപ്രയോഗം നിർവചിക്കാൻ കഴിയാത്ത അനുപമമായ ഒരു വാക്കാണ്. കാരണം ഒരു മനുഷ്യന് നൽകാൻ സാധിക്കുന്ന എല്ലാവിധ സ്നേഹഭാവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ആ വാക്ക്. മാതൃസ്നേഹത്തെക്കുറിച്ച് ഒരു മനോഹരമായ ചൊല്ലുണ്ട്. യൗവനം നശിക്കും, സ്നേഹത്തിൻ്റെ കൂമ്പടയും, സൗഹൃദത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു വീഴും. എന്നാൽ ഒരു ഉമ്മയുടെ സ്വകാര്യമായ പ്രത്യാശ ഇതിനെയെല്ലാം മറികടക്കും. ഒരു മാതാവിൻ്റെ സ്നേഹം ഉപാധികളില്ലാത്തതാകുന്നു, എന്നെന്നും നിലനിൽക്കുന്നതും ഈ ഭൂമിയിൽ വെച്ച് ഒരാൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായതുമാണ് ഉമ്മയുടെ സ്നേഹം. തൻ്റെ മാതാവുമായുള്ള ഒരു കുഞ്ഞിൻ്റെ ബന്ധം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ ആ ബന്ധത്തെ ആശ്രയിച്ചിരിക്കും അവൻ്റെ ജീവിതത്തിലുടനീളം മറ്റുള്ളവരോടുള്ള നിലപാട്. താൻ ഗർഭിണിയാണ് എന്നറിയുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബദ്ധപ്പാടാണ് ഉമ്മമാർക്ക്. അവൾ കുഞ്ഞിനെ കണ്ടിട്ടില്ലെങ്കിലും ആ കുരുന്നു ജീവനാണ് അവൾക്ക് പിന്നെ ലോകത്തിലേറ്റവും അമൂല്യമായ നിധി. അത് അവളുടെ ജീവിതത്തിലുടനീളം അങ്ങനെ തന്നെ ആയിരിക്കും. മാതൃത്വം എന്നാൽ ത്യാഗം, സമർപ്പണം, പിന്നെ തൻ്റെ കുഞ്ഞിനോടുള്ള ഇടമുറിയാത്ത സ്നേഹവും നിറഞ്ഞതാകുന്നു. ഈ ലോകത്തെ ഏറ്റവും ക്ലേശകരമായ ജോലി ഒരു മാതാവാകുക എന്നതാണ്. തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വന്തം ആവശ്യങ്ങൾ മാറ്റി നിർത്തി നിസ്വാർത്ഥമായ സ്നേഹം കാഴ്ചവെക്കുന്നവളാണ് മാതാവ്. തൻ്റെ കുഞ്ഞിൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നിരവധി പരിശ്രമങ്ങൾ നടത്തുകയും തൻ്റെ ആയുസ്സിൻ്റെ നല്ലൊരു പങ്ക് അതിനായി നീക്കിവെക്കുകയും ചെയ്യുന്നു. തൻ്റെ വീട്ടിൽ നിരവധി റോളുകൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തൻ്റെ യുവത്വം മുഴുവനും കുഞ്ഞിൻ്റെ പരിപാലനത്തിനും പോഷണത്തിനുമായി മാറ്റിവെക്കുന്നു. തൻ്റെ മകനെ ഉത്തമനായ ഒരു വ്യക്തിയായി വാർത്തെടുക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നു. എങ്കിൽ മാത്രമേ അറിവും കാര്യപ്രാപ്തിയുമുള്ള ഒരു മനുഷ്യനായി അവൻ മറികടക്കുകയുള്ളൂ. വാസ്തവത്തിൽ ഉമ്മമാരുടെ സ്നേഹവും കഠിനമായ പ്രയത്നവുമാണ് സമൂഹത്തിന് മുതൽക്കൂട്ടായുള്ള വ്യക്തികളെ വാർത്തെടുക്കുന്നത്. ഇസ്ലാം മാതൃത്വത്തിന് വലിയ പദവിയാണ് നൽകുന്നത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹ വഹമലുഹു വഫിസാലുഹു 30 ശഹറ. നാം ഒരു മനുഷ്യനോട് ഉപദേശിച്ചു, മാതാപിതാക്കളോട് നന്മയോടെ വർത്തിക്കണം. മാതാവ് ക്ലേശം സഹിച്ച് അവനെ ഗർഭം ചുമന്ന് ക്ലേശം സഹിച്ച് തന്നെ പ്രസവിച്ചു. അവൻ്റെ ഗർഭകാലവും മുലകുടിയും 30 മാസങ്ങളായി. ഈ ഹദീസും ഈ മാതൃത്വത്തിൻ്റെ ഉന്നതമായ പദവി എടുത്തു കാട്ടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി ഖാല ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ അബൂക. പ്രവാചകരെ, എന്നിൽ നിന്ന് നല്ല പെരുമാറ്റം ലഭിക്കുവാൻ ഏറ്റവും അവകാശപ്പെട്ടതാരാണ്? നിൻ്റെ മാതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പിന്നെ ആരാണ് നിൻ്റെ മാതാവ്? പിന്നെ ആരാണ് നിൻ്റെ മാതാവ്? പിന്നെ ആരാണ് നിൻ്റെ പിതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി. അങ്ങനെ കുഞ്ഞു വളരും തോറും അവനൊരു സമ്പൂർണമായ ആശ്രയത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെയും നിരാശ്രയത്വത്തിൻ്റെയും പടവുകൾ കയറുന്നു. എന്നാൽ മാതാവ് തൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അവൻ്റെ പ്രായം പരിഗണിക്കാതെ സദാ വ്യാകുലപ്പെടുന്നു. അനന്തരം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ നിയന്ത്രിക്കാൻ അവൻ ബന്ധപ്പെടുന്നു. അവളുടെ സ്നേഹത്താൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെ അവർ മനസ്സറിയാതെ വീർപ്പുമുട്ടിക്കുന്നു. എന്നാൽ അവളുടെ സമാധാനത്തിൻ്റെയും മകൻ്റെ മേലുള്ള ആധിപത്യത്തിൻ്റെയും തുലാസിന് ഇളക്കം സംഭവിക്കുന്നു.
എൻ്റെ വിവാഹത്തോടെ ഇത് അവരുടെ ജീവിതത്തിൽ പുതിയൊരധ്യായം കുറിക്കുന്നു. ഉമ്മയിൽ നിന്ന് അമ്മായി ഉമ്മയിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം അത്യധികം മാനസിക പിരിമുറുക്കം നിറഞ്ഞതാണ്. ഒരു വശത്ത് തൻ്റെ മകനെ സ്വന്തം വരുതിയിൽ നിന്ന് വിട്ടയക്കുവാനുള്ള വൈമനസ്യം, മറുവശത്ത് പുതുപെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സ്വതന്ത്രമായ പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നു. ഏതെങ്കിലും ഒരു വശത്തു നിന്ന് ഒരു അതിര് കവിയലിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അമ്മായിയുമ്മയുടെ ആ ഒരു പിരിമുറക്കം വർദ്ധിക്കും, അല്ലെങ്കിൽ മറുവശത്ത് പുതുപെണ്ണിൻ്റെ സ്വാധീനം ഈ ഭർത്താവിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് മറ്റൊന്നിനെ മറികടക്കുകയും സന്തുലനത്തിൻ്റെ തുലാസ അതോടെ തെറ്റിപ്പോവുകയും ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമ്മായി ഉമ്മയും മരുമകളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രധാന കാരണം അമ്മായി ഉമ്മക്ക് മകൻ്റെ മേലുള്ള കൈവശാവകാശമാണ്. വാസ്തവത്തിൽ ഇതുമൂലം നിരവധി ഉമ്മമാർ ദുരഭിമാനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വേദനാജനകമായ പിരിമുറുക്കം അനുഭവിക്കുന്നു. അനന്തരം അവർക്ക് ഏറെ വൈകാരികമായ അരക്ഷിതത്വം അനുഭവപ്പെടുകയും തൻ്റെ മകൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയവും ഉടലെടുക്കുന്നു. ഈ അവസ്ഥയിൽ വിമർശനങ്ങളോട് അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നു. ക്രമേണ മരുമകളോടുള്ള അമ്മായി ഉമ്മയുടെ സമീപനം വളരെയധികം സംഘർഷഭരിതമാകുന്നു. മിക്കവാറും കുടുംബങ്ങളിലും മാതാവിൻ്റെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന സമീപനവും കാഴ്ചവെക്കുന്ന കാര്യത്തിൽ മകനും പരാജയപ്പെടുന്നു. തന്മൂലം രണ്ട് സ്ത്രീകളുടെയും ഇടയിൽ സംഘർഷാവസ്ഥ തുടങ്ങുന്നു. അധികം മരുമക്കളും ചിന്തിക്കുന്നത് തങ്ങൾ എത്ര തന്നെ അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും അമ്മായി ഉമ്മമാർ അവരിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ്. അതേസമയം അമ്മായി ഉമ്മമാർ കാര്യങ്ങൾ നൂതനമായി ചെയ്യാനുള്ള മരുമകളുടെ വ്യഗ്രതയെ തന്നെയും തൻ്റെ കാഴ്ചപ്പാടുകളെയും തിരസ്കരിക്കലായി ഗണിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ആരും ജയിക്കുന്നില്ല, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ അമ്മായി ഉമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഒരു സമയത്തിലും സന്ദർഭത്തിലും സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതായി മകൻ്റെ വിവാഹത്തോടെ അവനുമായുള്ള ബന്ധത്തിൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന സത്യം ഒരു മാതാവ് അംഗീകരിക്കണം. മകൻ്റെ തീരുമാനങ്ങളെ അവർ ആദരപൂർവ്വം സ്വീകരിക്കണം. മരുമകളെ കുറ്റപ്പെടുത്തുന്നത് അനാവശ്യമായ ആവലാതികൾ വിളിച്ചു വരുത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, മരുമകളും തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന വ്യക്തിയാണ് എന്ന വസ്തുത അംഗീകരിക്കണം. 3. ദുനിയാവിലെ പരീക്ഷണങ്ങൾ മുഖ്യമായും ഒരു മനുഷ്യൻ്റെ ആത്മീയ പോഷണത്തിനുള്ളതാണെന്ന കാര്യം മനസ്സിലാക്കണം. 4. തൻ്റെ ജീവിതത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ശരിയായ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം. അതായത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കീഴൊതുങ്ങലും സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വിനിയോഗിക്കലുമാണ്. ഇത് ഇരുലോകത്തെയും വിജയത്തിൻ്റെ കാരണമായി തീരുന്നു. ദുരഭിമാനവും ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലുകളും സ്വന്തം ജീവിതത്തിൽ സമാധാനം നശിപ്പിക്കുകയുള്ളൂ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. 5-ാമത്തെ കാര്യം, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്ന അനുപമമായ വസ്തുതയെ നിരന്തരം സ്മരിക്കുന്നു. ഏറ്റവും കെട്ടുറപ്പുള്ളതും ഊഷ്മളവുമായ ഒരു ബന്ധം അതിലൂടെ ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധങ്ങളിലൂടെ നാം നടത്തുന്ന എല്ലാ ഇടപെടലുകളിലും, ബന്ധങ്ങളിലും, സഹവർത്തിത്വങ്ങളിലും, സൗഹൃദങ്ങളിലും ഈമാനിൻ്റെ മാധുര്യം പ്രതിഫലിക്കുന്നു. തനിക്ക് വേണ്ടിയല്ലാതെ അള്ളാഹുവിന് വേണ്ടി മരുമകളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ എന്നെന്നും നിലനിൽക്കുന്ന മനോഹരമായതും ഉറപ്പുള്ളതുമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. 6-ാമത്തെ കാര്യം, അവർ ചെയ്യുന്ന ഓരോ കർമ്മവും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആത്മാർത്ഥമായ ശ്രമവും ഉദ്ദേശവുമായിരിക്കണം. പ്രപഞ്ചനാഥനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഉദ്ദേശം ജീവിതത്തിൽ ഐശ്വര്യവും സംതൃപ്തിയും നിറക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ അരുൾ ചെയ്തു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയമായും കർമ്മങ്ങൾ ഉദ്ദേശത്തിന്മേലാണ്. 7-ാമത്തെ കാര്യം, ദുനിയാവിൻ്റെ നശ്വരതയും അതിൻ്റെ ആസ്വാദനം വഞ്ചന മാത്രമാണെന്നതും അവർ തിരിച്ചറിയണം. അതോടൊപ്പം പരലോക ജീവിതമാണ് ശാശ്വതമായിട്ടുള്ളത് എന്നും നമുക്ക് ഉത്തമമായിട്ടുള്ളത് എന്നും മനസ്സിലാക്കണം.
അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാകുന്നു. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. മരണം സുനിശ്ചിതവും യാഥാർത്ഥ്യവും ആണെന്ന ബോധം സദാ നിലനിർത്തണം. ഇത് ദുശ്ചിന്തകളെ വെടിയുവാനും ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം തിരിച്ചറിയുവാനും നിഷിദ്ധമായ കാര്യങ്ങൾ വെടിഞ്ഞ് സൽക്കർമ്മങ്ങളിൽ മുഴുകുവാനും സഹായിക്കുന്നതാണ്. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. 9ാമത്തെ കാര്യം പരലോക ചിന്തയും അള്ളാഹുവുമായുള്ള കണ്ടുമുട്ടലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും സദാ നിലനിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇത് മനസ്സിനെ ഉദ്ദീപ്തമാക്കുവാനും വിവേക ബുദ്ധി നൽകുകയും ചെയ്യും. തെറ്റും ശരിയും മനസ്സിലാക്കി ഓരോ കർമ്മത്തിനും തക്കതായ പ്രതിഫലമുണ്ടെന്നും നാളെ എല്ലാ കർമ്മങ്ങളുടെയും കണക്കെടുപ്പുണ്ടാകുകയും ചെയ്യുമെന്ന ബോധം നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കും. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മുറിവുകളെ വിവേക ബുദ്ധി കൊണ്ടുണക്കുവാനും മാർഗതടസ്സങ്ങളെ ഉയർച്ചയിലേക്ക് ചവിട്ടുപടികളായി കാണുവാനും അതിനാൽ ദുരന്തങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന അതുല്യമായ അവസരങ്ങളാണെന്ന് ചിന്തിക്കുവാനും സാധിക്കും. മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുവാനുള്ള അവസരങ്ങളാണ് ഓരോ പ്രതിസന്ധികളും എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. ശരിയായ കാഴ്ചപ്പാടിലൂടെ അമ്മായിയമ്മക്ക് തൻ്റെ മരുമകളുമായുള്ള ബന്ധം ഉത്തമമാക്കുവാൻ സാധിക്കുന്നതാണ്. തന്നിമിത്തം രണ്ടുപേർക്കും ആ ബന്ധത്തിലൂടെ മെച്ചപ്പെട്ട വനിതകളായി ഉയരുവാനും താൻ എന്നും കൊതിക്കുന്ന ആ അതുല്യമായ വ്യക്തിത്വങ്ങൾക്ക് ഉടമയാകുവാനും സാധിക്കും. ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പകർത്തുവാനുള്ള പ്രചോദനവും ലഭിക്കും. ഇങ്ങനെയാണ് ഈ ഓരോ അമ്മായിയമ്മയും വിചാരിക്കുന്നതെങ്കിൽ വീട്ടിൽ പ്രശ്നമില്ലാതെ, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.